ഹലോ ഹായ് ഗുഡ് മോർണിംഗ് മക്കളെ, എല്ലാവർക്കും ന്യൂട്ടൻസിൻ്റെ +2 ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണ് മക്കളെ, നമ്മളിതാ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ, നമ്മൾ ലാസ്റ്റ് യൂണിറ്റിൽ എത്തി നിൽക്കുകയാണ് അല്ലേ. ലാസ്റ്റ് ചാപ്റ്റർ അല്ല, ലാസ്റ്റ് യൂണിറ്റിൽ എത്തി നിൽക്കുകയാണ് അല്ലേ. നമ്മൾ 5ാമത്തെ യൂണിറ്റ് ഏതാണ്? അത് ദ ലൈറ്റർ സൈഡ് എന്ന് പറയുന്ന 5ാമത്തെ യൂണിറ്റിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് അല്ലേ. നമുക്കിവിടെ 3 ചാപ്റ്റേഴ്സ് ആണുള്ളത് അല്ലേ. ഏതൊക്കെയാണ് ആ ചാപ്റ്റേഴ്സ്? പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമുക്ക് ആദ്യമായിട്ട് എടുക്കാനുള്ളത്. പിന്നെ ഒരു പോം ഉണ്ട്, പിന്നെ നമുക്ക് ലാസ്റ്റ് വരുന്നൊരു ചാപ്റ്ററും കൊണ്ട്, അങ്ങനെ 3 ചാപ്റ്റേഴ്സ് ആയിട്ടാണ് ഈ ഒരു യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് യൂണിറ്റ് 5ലെ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വണക്ലേ എന്നുള്ള രീതിയിൽ നമ്മൾ കാണുന്ന ഒന്നാണ്. നമുക്കതിനെ വളരെ ഭംഗിയായിട്ട് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആർച്ചുവുഡ് ഉൾപ്പെടെയുള്ള ആളുകൾ നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ എന്താണ് നമ്മുടെ ഈ യൂണിറ്റ് നമ്മളോട് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നതെന്ന് പറയാം അല്ലേ. എല്ലാ ചിരിയും എന്താണ്, എല്ലാ മുറിവുകളും ഉണക്കുന്ന ഓരോരോ മരുന്നാണ് എന്നൊക്കെ പറയാൻ വേണ്ടി കഴിയുന്ന രീതിയിലുള്ള പാഠങ്ങളാണ് നമുക്കുള്ള എന്താ പറയുക, വളരെ മനോഹരമായിട്ടുള്ളൊരു യൂണിറ്റാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ലോലവശങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ പറയുന്ന വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന ഒരു പാഠഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന യൂണിറ്റാണ് നമ്മുടെ യൂണിറ്റ് 5ലുള്ളത്. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്? യെസ്, നമ്മുടെ റീഡിങ്, റൈറ്റിംഗ്, ലിസണിങ് സ്കിൽസ് എല്ലാം തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തുകൊണ്ട് എന്താണ് നന്നായിട്ട് അതിനെ ഒന്ന് നിങ്ങൾ വർക്ക് ചെയ്ത് നമ്മുടെ എന്തിനെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കണം? നമ്മുടെ ലാംഗ്വേജിനെ ഇമ്പ്രൂവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് മക്കളെ നടത്തേണ്ടത്. അപ്പോൾ എന്താണ്, നമുക്ക് അങ്ങനെ നമ്മുടെ ലാംഗ്വേജിനെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് അത് ഏത് ലാംഗ്വേജ് ആണെങ്കിലും, ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ലാംഗ്വേജ് ആണെങ്കിലും അങ്ങനെ ഈ പറയുന്ന വശങ്ങളിലൂടെ റീഡിങ്, റൈറ്റിംഗ് അതുപോലെ ലിസ്ണിംഗ് സ്കിൽസ് എല്ലാം തന്നെ മെച്ചപ്പെടുത്തി കൊണ്ടുവന്നാൽ മാത്രമേ ഏറ്റവും നല്ല രീതിയിൽ ആ ലാംഗ്വേജിനെ നന്നായി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. ഓക്കെ, അത് മാത്രമല്ല എപ്പോഴും ഞാൻ പറയാറുണ്ടല്ലോ, ക്ലാസ് തുടങ്ങി നമ്മൾ ക്ലാസ് അവസാനിക്കുന്നവർ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. അത് വേറെ കാര്യം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തുള്ളതാണ്, നമുക്ക് എന്തെങ്കിലും അറിയാത്ത കാര്യങ്ങളെ നോട്ട് ചെയ്ത് വെക്കണം. അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചുകൊണ്ട് ആ നോട്ട് ചെയ്ത പുസ്തകം നമുക്ക് ഇടക്കൊന്ന് മറച്ചു വെക്കുന്ന സമയത്ത് നമുക്ക് ആ പാഠങ്ങളിലൂടെ വളരെ വളരെ എളുപ്പത്തിൽ വളരെ ഭംഗിയായിട്ട് പോകാൻ വേണ്ടിയിട്ട് കഴിയും എന്നുള്ളതാണ്. ഓക്കെ അല്ലേ മക്കളെ. അപ്പോൾ എന്താണ്, നമുക്ക് എങ്ങോട്ടേക്ക് പോവാം? നേരെ നമ്മുടെ ചാപ്റ്ററിലേക്ക് പോകണം അല്ലേ. ഏതാണ് മക്കളെ നമ്മുടെ ചാപ്റ്റർ? ഏതാണ് നോക്കിക്കേ. യെസ്, പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് എന്ന് പറയുന്ന നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ അല്ലേ. ക്രിസ്മസിന് ഭാഗ്യം കുറച്ച് വൈകിട്ടാണല്ലേ നിങ്ങളുടെ ക്രിസ്മസിൻ്റെ ചാപ്റ്റർ ഇത് കുറച്ചുകൂടി മുന്നേത്തെ യൂണിറ്റിൽ ഇടണമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ടാവും അല്ലേ. ഈ ഒരു യൂണിറ്റ് മുന്നേ ആയിരുന്നു നല്ലത് എന്ന് തോന്നുന്നു. കാരണം ക്രിസ്മസിൻ്റെ ചിത്രങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ എന്താണ്, നമ്മുടെ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു പോയി. ഓക്കെ, കുഴപ്പമില്ല. പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് എന്ന് പറയുന്നത് ക്രിസ്മസിന് അല്ലേ, പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ക്രിസ്മസിന് നേരത്തെ പോസ്റ്റ് ചെയ്യുക. RH വുഡ് അല്ലേ, RH വുഡിൻ്റെ ഒരു പ്ലേ ആണ് നമ്മളിവിടെ കാണുന്നത്. അതിൽ അദ്ദേഹത്തെ പറ്റി നമുക്ക് നോക്കാനുള്ളതുണ്ട്. അതുപോലെ എന്താണ്, നേരെ പ്ലേയിലേക്കും പോകണം. ആദ്യം തന്നെ അദ്ദേഹത്തെ ഇവിടെ കാണിച്ചിട്ടുണ്ട്, RH വുഡ്. RH വുഡ് എന്ന് പറയുന്നത് എ ബ്രിട്ടീഷ് ഡ്രാമാറ്റിസ്റ്റ് ഈസ് ചീഫ്ലി റിമെമ്പേർഡ് ഫോർ ഹിസ് one-act play പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ്. His plays are well known for simplicity of language, dramatic settings and subtle presentation of stock characters. The action of the play takes place inside a small post office in English village and centers around a parcel that is mistaken for a time bomb. എന്താ പറഞ്ഞത്? RH വുഡ് അല്ലേ, അദ്ദേഹം ആരായിരുന്നു? അദ്ദേഹം ഒരു ബ്രിട്ടീഷ് ഡ്രാമാറ്റിസ്റ്റ് ആയിരുന്നു അല്ലേ. ബ്രിട്ടനിലെ ഡ്രാമാറ്റിസ്റ്റ് ആയിരുന്നു നമുക്കറിയാം. ഈസ് ചീഫ്ലി റിമെമ്പേർഡ് ഫോർ ഹിസ് one-act play. അദ്ദേഹം ഏറ്റവും കൂടുതൽ ഓർമ്മിക്കപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ one-act play ആയിട്ടുള്ള പോസ്റ്റ് ഫോർ ഏർലി ക്രിസ്മസ് എന്നതിൻ്റെ പേര് തന്നെയാണ്. ഹിസ് പ്ലേസ് ആർ വെൽ നോൺ ഫോർ സിംപ്ലിസിറ്റി ഓഫ് ലാംഗ്വേജ് അല്ലേ. അദ്ദേഹത്തിൻ്റെ പ്ലേസ്, അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടത് എന്തിൻ്റെ പേരിലാണ്? അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജ് സിംപ്ലിസിറ്റിൻ്റെ പേരിൽ. പിന്നെ എന്താണ്, ഡ്രാമാറ്റിക് സെറ്റിങ്സ് അല്ലെ, ആ ഒരു ഡ്രാമാറ്റിക് സെറ്റിങ്സിൻ്റെ പേരിൽ, അല്ലെങ്കിൽ എന്താ സബ്റ്റിൽ പ്രസൻറ്റേഷൻ്റെ പേരിൽ, അല്ലെങ്കിൽ എന്താണ് അതുപോലെ തന്നെ സബ്റ്റിൽ പ്രസൻറ്റേഷൻ ഓഫ് സ്റ്റോക്ക് ക്യാരക്ടേഴ്സ്. ദ ആക്ഷൻ ഓഫ് ദ പ്ലേ ടേക്ക് പ്ലേസ്
അതിൻ്റെയൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത്. ഈ ഒരു സംഭവം നടക്കുന്നത് എവിടെയാണെന്നറിയോ? നമ്മുടെ ഈ ഡ്രാമ നടക്കുന്നത് ഇൻസൈഡ് എ സ്മോൾ പോസ്റ്റ് ഓഫീസ് ഇൻ ഇംഗ്ലീഷ് വില്ലേജ്. ഇംഗ്ലീഷ് വില്ലേജിന് ഒരു കുഞ്ഞു പോസ്റ്റ് ഓഫീസിലാണ് നമ്മളുടെ ഈ പറയുന്ന വൺ ആക്ട് പ്ലേ നടക്കുന്നത്. നോക്കാല്ലേ, സെൻറ്റേഴ്സ് റൗണ്ട് എ പാർസൽ ദാറ്റ് ഈസ് മിസ്റ്റേക്കൻ ഫോർ എ ടൈം ബോംബ്. എന്താണ്? ഒരു പാഴ്സലിനെ ടൈം ബോംബാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു നാടകമായിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. നോക്കാം, ഇതിലെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? യങ് ലേഡി അസിസ്റ്റന്റ്, ഒരു യങ് ലേഡി അസിസ്റ്റന്റ് ഉണ്ട്, മിസ്സിസ് സ്മിത്ത് ആൻഡ് മിസ്സിസ് ജോൺ, അല്ലേ? മിസ്സിസ് സ്മിത്ത് ആൻഡ് മിസ്സിസ് ജോൺ. ഡഫ് ഓൾഡ് ജെന്റിൽമാൻ, ആരുണ്ട്? ചെവി കേൾക്കാൻ പറ്റാത്ത ഓൾഡ് ജെന്റിൽമാൻ ഉണ്ട്. എ ഫാമർ, എ ഫിസി ഓൾഡ് ലേഡി, മിസ്സിസ് ഹിഗിൻസ് ആൻഡ് ബേർട്ടി ഹർ സൺ, ഫോറിൻ ടൂറിസ്റ്റ്, എ പോലീസ്മാൻ. ഇത്ര പേരാണ് മക്കളെ നമ്മുടെ നാടകം. 1 2 3 4 5 6 7 8 9 10 അല്ലേ? 10 പേര്, മനോഹരമായിട്ട് 10 പേര് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ നമുക്ക് ഇത്രയും പേര് നന്നായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. നമ്മുടെ നാടകത്തിൽ ഏറ്റവും കൂടുതൽ ആ ഒരു കുഞ്ഞു പോസ്റ്റ് ഓഫീസ് ആണെങ്കിലും ഇത്രയും ആളുകളാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങോട്ടേക്ക് പോവാം? നേരെ നാടകത്തിലേക്ക് പോവാം. സീൻ, യെസ്, സീൻ ഇവിടെ തന്നിട്ട് എന്താണ്? എ പോസ്റ്റ് ഓഫീസ് വിത്ത് പോസ്റ്റേഴ്സ് റീഡിങ് പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ്. എന്താണ്? എ പോസ്റ്റ് ഓഫീസ് ആണ് എന്ത് സീനിലുള്ളത്, അല്ലേ? ഒരു പോസ്റ്റ് ഓഫീസ് ആണ് വിത്ത് പോസ്റ്റേഴ്സ് റീഡിങ്, അല്ലേ? എന്ത് പോസ്റ്റേഴ്സ് ആണുള്ളത്? പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ്. എന്താണ്? ക്രിസ്തുമസിന്, എന്താണ്? ക്രിസ്തുമസിന് നേരത്തെ തന്നെ പോസ്റ്റ് ചെയ്യുക എന്ന പേരിൽ ഉള്ള ഒരു കാണാം, അല്ലേ? അതവിടെ കാണാം, അല്ലേ? നമുക്ക് ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പോസ്റ്റ് ഓഫീസാണ്. അപ്പോൾ അസിസ്റ്റൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന അസിസ്റ്റൻറ്റിൽ വെച്ചാണ്. നോക്കാം. What a busy day it was for me yesterday. I didn't have a minute's rest all day. What with Christmas nearly here and people sending parcels and cards. And what funny people there are in this world, to be sure. Only the other day, a man came into my post office and said, "Please, could you tell me where I could get a stamp?" Of course, at first I thought he was playing joke on me. Okay, then there was the old man who could not see very well, and he put his glass on the counter and said, "A pint of beer, please, miss." So I gave him a dozen penny stamps instead. She opened books of stamps. Oh, here is my first customer. Mrs. Smith enters. Mrs. Smith, "Good morning, miss. Cold, isn't it?" Assistant, "Yes, it certainly is. It looks as though we shall be having snow for Christmas." Mrs. Smith, "I hope we don't. Snow is bad for my rheumatism. You know, last Christmas I had it so badly that I could not enjoy myself at all." Assistant, "Let's hope it doesn't snow then. What can I do for you, Mrs. Smith?" Mrs. Smith, "A book of stamp, please, and a postal order for half a crown." Assistant, "No parcel for me to wear?" Mrs. Smith, "Good gracious, no. I have sent all my presents and cards. I believe in posting early for Christmas." Assistant, "I wish more people could do that. It's no wonder parcels are damaged in the last minute rush. There you are, Mrs. Smith, your stamps and your parcel order." Mrs. John senders. Mrs. Smith, "Thank you, miss. Hello, Mrs. Johns. How are you? I haven't seen you for a long time. Have you keeping well?" Mrs. John moves to the counter and the deaf old gentleman enters and stands at the back peering at the huge shopping list. Mrs. Johns, "I am very well, thank you. Have you finished your Christmas shopping yet?" I am still in the middle of mine. Mrs. Smith, "I have posted my cards and presents." Mrs. Johns hands some large parcels to the assistant who waits. Mrs. Johns, "You are lucky. I don't want this present damaged, miss. So may please sweetheart to handle very carefully.
Assistant, we'll do our best, madam. Although it would have been better if they had been posted last week. Mrs. Jones, when I paused my Christmas presents in my own fear. Assistant, yes, madam, that will be 10 and 6 pence together. ഓക്കെ, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പോവാണ്. നമുക്ക് സ്റ്റാർട്ടിങ് മുതൽ നോക്കി പോരാം. ഓക്കെ അല്ലേ? അപ്പോൾ സ്റ്റാർട്ടിങ് നമ്മൾ പോസ്റ്റ് ഓഫീസ് കാണിക്കുവാണ്. അവിടെ എന്താ പറയുന്നത്? Why, what a busy day it was for me yesterday. അല്ല, എന്തൊരു ബിസി ദിവസമായിരുന്നു ഇന്നലത്തെ ദിവസം എന്ന് പറയുന്നത്. ഭയങ്കര സിമ്പിൾ ലാംഗ്വേജ് ആണ് അതേ എഴുതിയുള്ളത്. എനിക്ക് വായിക്കുമ്പോൾ തന്നെ കിട്ടും അല്ലേ? I didn't have a minute's rest all day. What with Christmas nearly here and people sending parcels and cards. എന്താണ്? എനിക്ക് ഒരു മിനിറ്റ് നേരത്തെ റെസ്റ്റ് പോലും കിട്ടിയിട്ടില്ല. ഈ ക്രിസ്മസ് ഇങ്ങനെ അടുത്തരുന്നതാണ്. ഈ ആൾക്കാരെല്ലാം ഈ പാർസലും കാർഡ്സും ഒക്കെ അയച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? And what funny people there are in this world, to be sure. Only the other day, a man came into my post office and said, please, could you tell me where I could get a stamp? Of course, at first I thought he was playing on joke on me. Then was the old man who couldn't see very well. He put his glass on the counter and said, a pinch of beer, please, miss. So I gave him a dozen penny stamps instead. ഓക്കെ, എന്താ പറയുന്നത് നോക്കി. അവിടെ എന്താണ് ഈ ഭയങ്കര തിരക്കിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലേ? ആൾക്കാർ ക്രിസ്മസ് ആയ സമയത്ത് ഇങ്ങനെ കാർഡ്സും ഇതൊക്കെ ഇങ്ങനെ അയക്കേണ്ട തിരക്കാണ്. ആൻഡ് വാട്ട് ഫണ്ണി പീപ്പിൾ ദേ ആർ ഇൻ ദിസ് വേൾഡ്, ടു ബി ഷുവർ. എന്ത് മനുഷ്യന്മാരാണല്ലേ, എന്താ പറയുക, ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള പീപ്പിൾസാണ് ഈ ലോകത്ത് ചുറ്റുള്ളത് എന്നൊക്കെ. കാരണം ഇവർക്കൊരു ദേഷ്യമുണ്ട് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ. ഇവരിതിങ്ങനെ ഭയങ്കര റഷായിട്ട് ജോലി ചെയ്യണമല്ലോ, ഭയങ്കര ബിസി ആയിരിക്കുമല്ലോ ആ ഒരു സമയം. അതിൻ്റെ ഒരു വിഷമം കൊണ്ട്. ഓൺലി ദ അതർ ഡേ എ മാൻ കെയിം ഇൻ ടു മൈ പോസ്റ്റ് ഓഫീസ്. ഓരോ ദിവസം ഒരാൾ എൻ്റെ പോസ്റ്റ് ഓഫീസിൽ വന്നു. ആൻഡ് സെഡ്, പ്ലീസ് കുഡ് യു ടെൽ മീ വേർ ഐ കുഡ് ഗെറ്റ് എ സ്റ്റാമ്പ്. അവയാൾ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാൻ പറ്റുമോ എവിടെ ഈ സ്റ്റാമ്പ് കിട്ടുക, എന്നുള്ളത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ, ഓഫ് കോഴ്സ് അറ്റ് ഫസ്റ്റ് ഐ തോട്ട് ഹി വാസ് പ്ലേയിങ് ജോക്ക് ഓൺ മീ. ആദ്യം ഞാൻ വിചാരിച്ച് അയാളെന്നെ കൊണ്ട് ഇങ്ങനെ വട്ട് കളിപ്പിക്കുന്ന അല്ലെങ്കിൽ തമാശാക്കുന്നതെന്ന് വിചാരിച്ചു. Then there was the old man who couldn't see very well. പിന്നെന്ത് വന്നു? ഒരു ഓൾഡ് മാൻ വന്നു. അയാൾക്കങ്ങ് അദ്ദേഹത്തിനാണെങ്കിൽ വലിയ കണ്ണൊന്നും കാണില്ല. ഹി പുട്ട് ഹിസ് ഗ്ലാസ് ഓൺ ദ കൗണ്ടർ. അദ്ദേഹത്തിൻ്റെ കണ്ണട അവിടെ ഊരി വെച്ചിട്ട് പറയണേ, എ പിന്റ് ഓഫ് ബിയർ പ്ലീസ് മിസ്. എന്താണ്, കുറച്ച് ബിയർ ഇങ്ങോട്ട് തരൂ മിസ്. സോ ഐ ഗേവ് ഹിം ഡസൻ പെന്നി സ്റ്റാമ്പ് ഇൻസ്റ്റഡ്. അല്ലേ, ഞാൻ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് സ്റ്റാമ്പുകൾ എടുത്തു കൊടുത്തു. ഷീ ഓപ്പൺസ് എ ബുക്ക് ഓഫ് സ്റ്റാമ്പ്സ്. അവൾ ഇങ്ങനെ ആ ഒരു ബുക്ക് ഓഫ് സ്റ്റാമ്പ്സ് ഓപ്പൺ ചെയ്തു. ഓ, ഹിയർ ഈസ് മൈ ഫസ്റ്റ് കസ്റ്റമർ. എൻ്റെ ഫസ്റ്റ് കസ്റ്റമർ വരുന്നുണ്ട് അല്ലേ? മിസ്സസ് സ്മിത്ത് എൻറ്റേഴ്സ്. അന്നേരം അങ്ങനെ മിസ്സസ് സ്മിത്ത് ഇങ്ങനെ എൻ്റർ ചെയ്യുന്ന സമയത്ത് പറഞ്ഞു, മിസ്സസ് സ്മിത്ത്, ഗുഡ് മോർണിംഗ് മിസ് ഗുഡ് മോർണിംഗ് മിസ് എന്ന് പറഞ്ഞു അല്ലേ? എന്നിട്ട് പറഞ്ഞു, കോൾഡ് ഈസ് ഇറ്റ്, തണുപ്പാണല്ലേ എന്ന് അങ്ങനെയല്ലേ ചോദിച്ചു. അസിസ്റ്റൻറ്റ്, യുവേഴ്സ് ഇറ്റ് സർട്ടൺലി ഈസ്. അതെ തണുപ്പുണ്ട്. ഇറ്റ് ലുക്സ് ആസ് തോ വി ഷാൾ ബി ഹാവിങ് സ്നോ ഫോർ ക്രിസ്മസ് എന്നാണ്. ഇത് കണ്ടിട്ട് നമുക്ക് തോന്നുന്നത് ക്രിസ്മസിന് നമുക്ക് നല്ല സ്നോസ് ഒക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കാം. മിസ്സസ് സ്മിത്ത്, ഐ ഹോപ്പ് വി ഡോണ്ട്. എന്താ പറയുക, ഞാൻ വിചാരിക്കും നമുക്ക് ഉണ്ടാവില്ല. സ്നോ ഈസ് സോ ബാഡ് ഫോർ മൈ റൊമാൻറ്റിസം. അല്ല, എൻ്റെ ശരീരത്തിന് അത്ര വലിയ ഗുണമുള്ള കാര്യമല്ല ഈ തണുപ്പ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്കത് അറിയാലോ. ലാസ്റ്റ് ക്രിസ്മസ് ഐ ഹാഡ് ഇറ്റ് സോ ബാഡ്ലി ദാറ്റ് ഐ കുഡ് നോട്ട് എൻജോയ് മൈ സെൽഫ് അറ്റ് ഓൾ. എന്താണ്, കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ തണുപ്പ് കൂടിയുണ്ട് എനിക്ക് എൻ്റെതായ രീതിയിലൊന്ന് ക്രിസ്മസ് ആഘോഷിക്കാൻ തന്നെ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ. ഹസൻ, ലെറ്റ്സ് ഹോപ്പ് ഇറ്റ് ഡസ് നോ ദെൻ വാട്ട് കൻ ഐ ഡു ഫോർ യു മിസ് സ്മിത്ത്. എന്താണ്, ഓ ശരി എന്നാൽ പിന്നെ അതില്ലാണ്ടിരിക്കട്ടെ, ഞാനിപ്പോൾ നിങ്ങൾക്ക് എന്താ ചെയ്തു തരേണ്ട മിസ്സസ് സ്മിത്ത്. അപ്പോൾ മിസ്സസ് സ്മിത്ത് പറയണം, ബുക്ക് ഓഫ് സ്റ്റാമ്പ്സ്, എനിക്കൊരു ബുക്ക് ഓഫ് സ്റ്റാമ്പ്സ് തന്നേ പ്ലീസ്. ആൻഡ് എ പോസ്റ്റൽ ഓർഡർ ഫോർ ഹാഫ് എ ഗ്രൗണ്ട്. അല്ലേ, പിന്നെ എന്താണ്, എനിക്ക് പോസ്റ്റൽ ഓർഡേഴ്സും തന്നേക്കും. അസിസ്റ്റൻറ്റ്, നോ പാർസൽ ഫോർ മീ ടു എനിക്ക് പാർസലൊന്നുമില്ലേ? മിസ്സസ് സ്മിത്ത്, ഗുഡ് ഗ്രേഷ്യസ് നോ, ഐ ഹാവ് സെൻഡ് ഓൾ മൈ പ്രസൻറ്റ്സ് ആൻഡ് കാർഡ്സ്. ഐ ബിലീവ് ഇൻ പോസ്റ്റിംഗ് ഓൺലി ഫോർ ക്രിസ്മസ്. എന്താണ്, അതൊന്നുമില്ല, ഞാൻ എൻ്റെ ക്രിസ്മസ് കാർഡ്സും ഇതെന്താ പറയുക പ്രസൻസൊക്കെ നേരത്തെ തന്നെ ക്രിസ്മസിന് മുന്നേ തന്നെ അയക്കുവാണ്. അസിസ്റ്റൻറ്റ്, ഐ വിഷ് മോർ പീപ്പിൾ കുഡ് ഡു ദാറ്റ്. ഇറ്റ്സ് നോ വൈൻസ് പാർസൽസ് ആർ ഡാമേജ്ഡ് ഇൻ ദ ലാസ്റ്റ് മിനിറ്റ്.
എന്താണ് എല്ലാവരും ഇതുപോലെ കുറച്ച് നേരത്തെ ഈ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ ഈ ലാസ്റ്റ് സമയത്ത് ആ തിക്കിലും തിരക്കിലും പെട്ട് ആ പാർസൽ ഇങ്ങനെ ഡാമേജ് ആവാതെ പോവായിരുന്നല്ലോ. ദർ യു ആർ മിസ്സസ് സ്മിത്ത്, യുവർ സ്റ്റാമ്പ്സ് ആൻഡ് യുവർ പോസ്റ്റൽ ഓർഡർ. ഇതേതാ പിടിച്ചോ, നിങ്ങളുടെ ഈ മിസ്സസ് സ്മിത്ത് നിങ്ങളുടെ ഈ പോസ്റ്റൽ സ്റ്റാമ്പ്സും അതുപോലെ പോസ്റ്റൽ ഓർഡേഴ്സും ഒക്കെ നിങ്ങൾ വാങ്ങിച്ചു. അപ്പോഴേക്കും അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് ആര് വരുന്നത്? മിസ്സിസ് ജോൺ എൻറ്റേഴ്സ്. ആര് വന്നു? ജോൺ അകത്തേക്ക് വന്നു. മിസ്സസ് സ്മിത്ത് പറയണം, താങ്ക് യു മിസ്. ഹലോ മിസ്സസ് ജോൺ, ഹൗ ആർ യു? ഐ ഹാവൻ സീ യു ഫോർ എ ലോങ് ടൈം. ആർ യു കീപ്പിംഗ് വെൽ? ഹാ, അപ്പോൾ ഇവരുടെ അടുത്ത് നേരെ പറയാണ് ഇതൊക്കെ വാങ്ങിച്ചപ്പോൾ താങ്ക് യു കിട്ടിയപ്പോൾ പറഞ്ഞു താങ്ക് യു മിസ്, ഹലോ താങ്ക് യു മിസ് എന്ന് പറഞ്ഞു. അപ്പോൾ നേരെ ജോണിൻ്റെ അടുത്തേക്ക് പോകണം. ജോണിനെ കാണാൻ ജോൺ കയറി വന്നല്ലോ. ഹലോ മിസ്സസ് ജോൺസിനോട് ഒരു ഹായ് പറഞ്ഞേ. ഹൗ ആർ യു? എങ്ങനെ ഇരിക്കണം? നമ്മൾ കുറേ ആയല്ലേ കണ്ടിട്ട്, പരസ്പരം കണ്ട് കുറേ ആയല്ലേ, നിങ്ങളിപ്പോൾ നന്നായിട്ട് പോകുന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. മിസ്സസ് ജോൺസ് മൂവ്സ് ടു ദ കൗണ്ടർ ആൻഡ് എ ഡഫ് ഓൾഡ് ജെന്റിൽമാൻ എൻറ്റേഴ്സ് ആൻഡ് സ്റ്റാൻഡ്സ് അറ്റ് ദ ബാക്ക് പ്രിയറിംഗ് അറ്റ് ദ ഹ്യൂജ് ഷോപ്പിംഗ് ലിസ്റ്റ്. മിസ്സസ് ജോൺ വന്ന് അവിടെ കൗണ്ടറിലേക്ക് കയറിയിരിക്കണം. അപ്പോൾ ഡഫായിട്ടുള്ള ഓൾഡ് ജെന്റിൽമാൻ വന്ന് എന്താണ് ഒരു എന്താ പറയുക ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള ഷോപ്പിംഗ് ലിസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ. മിസ്സസ് ജോൺ, ഐ ആം വെരി വെൽ താങ്ക് യു. ഹാവ് യു ഫിനിഷ്ഡ് യുവർ ക്രിസ്മസ് ഷോപ്പിംഗ് യെറ്റ്? ഐ ആം സ്റ്റിൽ ഇൻ ദ മിഡിൽ ഓഫ് മൈൻ. മിസ്സസ് ജോൺ വേഗം ഇവരുടെ അടുത്ത് പറയാണ്, മിസ്സസ് സ്മിത്തിൻ്റെ അടുത്ത് പറയാണ്, എന്താ ഞാൻ നന്നായിട്ട് തന്നെ പോകുന്നു, താങ്ക് യു. നിങ്ങൾ ഇന്നവരെ ക്രിസ്മസ് ഷോപ്പിംഗ് ഒന്നും അവസാനിച്ചില്ല? ഞാനിപ്പോൾ ഏതാണ്ട് പകുതിയോളം കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയണം. മിസ്സസ് സ്മിത്ത്, ഐ ഹാവ് പോസ്റ്റഡ് മൈ കാർഡ്സ് ആൻഡ് പ്രസൻറ്റ്സ്. ഞാനിങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ കാർഡ്സും അതുപോലെ തന്നെ പ്രസൻറ്റ്സും ഒക്കെ ഞാനിങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിസ്സസ് ജോൺസ് ഹാൻഡ് സം ലാർജ് പാർസൽസ് ടു ദ അസിസ്റ്റൻറ്റ് ഹൂ വെയ്റ്റ്സ് സം. മിസ്സസ് ജോൺസിൻ്റെ കയ്യിൽ ഒരു ഭയങ്കര ലാർജായിട്ടുള്ള പാർസൽ കിട്ടുകയാണ്, ഇത് നോക്കിയിട്ട് അയക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത ഭാഗം നോക്കിയേ. മിസ്സസ് ജോൺസ്, യു ആർ ലക്കി. ഐ ഡോണ്ട് വാണ്ട് ദീസ് പ്രസൻറ്റ് ഡാമേജ്ഡ് മീ, സോ പ്ലീസ് സീ ദാറ്റ് ദേ ആർ ഹാൻഡിൽഡ് വെരി കെയർഫുള്ളി. ഞാൻ ഭയങ്കര ലക്കിയാണ്, എനിക്കൊരിക്കലും ഈ ഒരു പ്രസൻറ്റ് ഡാമേജായി പോകണമെന്നില്ല. അപ്പോൾ എന്താണ് ഞാനിത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് കെയർഫുള്ളായിട്ട് നോക്കാം. അസിസ്റ്റൻറ്റ് പറയണം, വി വിൽ ഡു അവർ ബെസ്റ്റ് മാഡം, അല്ലേ, ഞങ്ങളെ ബെസ്റ്റ് തന്നെ നോക്കിക്കോളാം. ഓൾദോ ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ ഇഫ് ദേ had been posted last weekend അല്ലേ, എന്താണ് we will do our best. ഞാൻ പരമാവധി ചെയ്യാം മാഡം. എന്താണ് പറയുന്നത്? എന്താ പറയുക, വുഡ് ഹാവ് ബീൻ ബെറ്റർ ഇഫ് ദേ ഹാവ് ബീൻ പോസ്റ്റ് ലാസ്റ്റ് വീക്ക്. ഇത് ലാസ്റ്റ് വീക്കിലേക്ക് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരുന്നു. മിസ്സസ് ജോൺസ്, വെൻ ഐ പോസ്റ്റ് മൈ ക്രിസ്മസ് പ്രസൻറ്റ്സ് ഇൻ മൈ ഓൺ അഫെയർ. എന്താണ് ഞാൻ എൻ്റേതായ താല്പര്യത്തിനനുസരിച്ചാണ് എൻ്റെ ക്രിസ്മസ് പ്രസൻറ്റ്സ് ഒക്കെ കണ്ടെത്തുന്നതും അതുപോലെ തന്നെ ഇത് അയക്കുന്നതും. അസിസ്റ്റൻറ്റ് പൊളൈറ്റ്ലി, യെസ് മാഡം, ദാറ്റ് വിൽ ബി 10 and 6 pence ഓൾ ടുഗദർ. ഓക്കെ മാഡം, ഇതിന് ഒരു 10 and 6 pence ആണ് മൊത്തത്തിൽ വരുന്നത് എന്ന് പറയുവാണ്. മിസ്സസ് ജോൺസ് ഹാൻഡ്സ് ദ മണി. താങ്ക് യു മാഡം. ഓക്കെ, മിസ്സസ് ജോൺസ് വേഗം എന്താണ് പൈസ കൊടുത്തു. അപ്പോൾ തന്നെ ഇവള് താങ്ക് യു മാഡം പറയുന്നത്. മിസ്സസ് ജോൺ ജോയിൻസ് മിസ്സസ് സ്മിത്ത് ആം വേ ഫ്രം ദി കൗണ്ടർ. മിസ്സസ് ജോൺ എന്താണ് മിസ്സസ് സ്മിത്തിൻ്റെ കൂടെ കൗണ്ടറിൽ നിൽക്കുകയാണ് അല്ലേ, ജോയിനായി. ദ ഡഫ് ഓൾഡ് ജെന്റിൽമാൻ കംസ് ടു ദ അസിസ്റ്റൻറ്റ്. ഡഫ് ഓൾഡ് ജെന്റിൽമാൻ വേഗം വന്ന് ഇവരുടെ അവിടെ നിൽക്കുകയാണ് അസിസ്റ്റൻ്റ് അടുത്തേക്ക്. ക്യാൻ ഐ സെർവ് യു സർ? ഞാൻ നിങ്ങൾ സഹായിക്കണോ സാർ? ജെന്റിൽമാൻ, നോ താങ്ക് യു, ഐ ഹാവ് ഓൺലി കം ഫോർ മീ ഓൾഡ് ഏജ് പെൻഷൻ. ഞാൻ വേണ്ട സഹായം വേണം, ഞാനിവിടെ വന്നേക്കുന്നത് വാർദ്ധക്യ പെൻഷൻ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അസിസ്റ്റൻറ്റ്, ഐ സി, ഹാവ് യു യുവർ ബുക്ക്? എന്താ പറയുക, ആണോ, അതിനാണോ, എങ്കിൽ നിങ്ങളുടെ പുസ്തകം ഉണ്ടോ, അത് കാണിക്കാനാണ് പറയുന്നത്. ആ ജെന്റിൽമാൻ, പാച്ചൻ ഒന്ന് പറഞ്ഞേ, കേൾക്കില്ല, ഒച്ചത്തിൽ പറഞ്ഞേ. അസിസ്റ്റൻറ്റ്, ഐ സെഡ് ഡിഡ് യു ബ്രിങ് യുവർ ബുക്ക്? നിങ്ങൾക്ക് ആ ബുക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ജെന്റിൽമാൻ, ഓഫ് കോഴ്സ് ഐ ഡിഡ്ന്റ് ബ്രിങ് മീ കുക്ക്, മീ വൈഫ് ഡസ് ഓൾ മീ കുക്കിംഗ്. എന്താ പറയുന്നത്, ഓഫ് കോഴ്സ് ശരിയാണ്, എന്താണ് ഞാൻ പക്ഷെ കുക്കിനെ കൊണ്ടുപോകുന്നില്ല, ബുക്കാണ് ചോദിച്ചത്, കുക്കിനെ കൊണ്ടുപോകുന്നില്ല. മീ വൈഫ് ഡോസ് ഓൾ മീ കുക്കിംഗ്, അല്ലേ, ഞാൻ ഭാര്യയും കൂടിയാണ് മറ്റെല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാണ്. ഓക്കെ അല്ലേ? ഓക്കെ. അസിസ്റ്റൻറ്റ് വിത്ത് ഗ്രേറ്റ് പേഷ്യൻസ്, ഐ എം അഫ്രൈഡ് യു ഡിഡ്ന്റ് ഹിയർ വാട്ട് ഐ സെഡ്. അപ്പോൾ എന്താണ് വിത്ത് ഗ്രേറ്റ് പേഷ്യൻസ് അല്ലേ, അസിസ്റ്റൻറ്റ് പറയും വിത്ത് ഗ്രേറ്റ് പേഷ്യൻസ് ഉള്ള ഐ ആം അഫ്രൈഡ് യു ഡിഡ്ന്റ് ഹിയർ വാട്ട് ഐ സെഡ്. ജെന്റിൽമാൻ, ബെഡ്, who got to be in bed? I'm not as young as I was, but I'm still healthy. Don't you be?
so impudent, young lady? Assistant, I'm afraid you didn't hear what I said. I said, gentleman. Ted? Who said I am called Ted? Are you trying to tell me my own name, young woman? Me, name's Sam, and all I have come for is me pension. Assistant, I know, but have you brought your book with you? Gentleman, now look here, young woman, don't you start this cook business again. Assistant, loudly, gentleman, loudly, assistant, loudly പറയാണ്. Not cook, but book. Gentleman, oh, you want me books? Why didn't you say so in the first place? Instead of talking about all this cook nonsense, he fumbles in his pockets. Assistant, thank you, sir. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് വരാം അല്ലേ. എന്താ പറഞ്ഞേക്കണത്? അസിസ്റ്റൻറ്റ് ഇവിടെ തൊട്ട് മുന്നേ അവൾ പറഞ്ഞേണ്ട എന്താണ്, ഇവർ വന്നു, അത് ഓൾഡ് ജെന്റിൽമാൻ വന്നു. അപ്പോൾ അദ്ദേഹത്തിന് കേൾക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ പറഞ്ഞു അല്ലേ, ഐ സി ഹാവ് യു യുവർ ബുക്ക്. അപ്പം ബുക്കിനെ പറ്റി ചോദിച്ചാണ്, ഈ പെൻഷൻ കൊടുക്കേണ്ട ബുക്ക് ഉള്ളൂ. പാടൻ ഒച്ചത് പറയാൻ വേണ്ടി പറഞ്ഞു അയാൾ. അപ്പോൾ ഐ സെഡ് ഡിഡ് യു ബ്രിങ് യുവർ ബുക്ക്? ഞാൻ ചോദിച്ചത് നിങ്ങളെ ബുക്ക് കൊണ്ടുവന്നിട്ടില്ലേ എന്നാണ്. അപ്പോൾ ജെന്റിൽമാൻ, ഓഫ് കോഴ്സ് ഐ ഡിഡ്ന്റ് ബ്രിങ് മീ കുക്ക്. എന്താണ്, തീർച്ചയായിട്ടും ഞാൻ എൻ്റെ കുക്കിനെ കൊണ്ടുവന്നിട്ടില്ല. അദ്ദേഹം കുക്ക് നേട്ടത്, ഞാനും വൈഫും മാത്രമേ കുക്ക് ചെയ്യാറുള്ളൂ എന്നൊക്കെയുള്ള ആ ഒരു രീതിയിലൊക്കെ പറഞ്ഞു. അസിസ്റ്റൻറ്റ് പിന്നെ അപ്പോൾ ഗ്രേറ്റ് പേഷ്യൻസോട് കൂടി പറയണം, ഐ ആം അഫ്രൈഡ് ഓഫ് യു ഡിഡ്ന്റ് ഹിയർ വാട്ട് ഐ സെഡ്. ഞാൻ പേടിച്ചോണ്ട് വരില്ല, ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടില്ല, ഞാൻ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകത്തുള്ളൂ. ജെന്റിൽമാൻ സെഡ് എന്ന് കേട്ടപ്പോൾ പുള്ളിക്കാരൻ കേട്ടത് ബെഡ് എന്നാണ്. അപ്പോൾ പറയാം, ബെഡ്? ഹു ആർ ടു ബി ഇൻ ബെഡ്? ആരാണ് കിടക്കാനൊക്കെ ആയത്? ഐ ആം നോട്ട് ആസ് യങ് ആസ് ഐ വാസ്. ഞാൻ പണ്ട് യുവാവായിരിക്കുന്ന പോലെയൊന്നുമല്ല ഇപ്പോൾ ഉള്ളതെന്ന് എനിക്കറിയാം. ബട്ട് ഐ എം സ്റ്റിൽ ഹെൽത്തി. പക്ഷെ ഞാൻ ഇപ്പോഴും ഹെൽത്തിയാണ്. ഡോണ്ട് യു ബി സോ ഇംപോർട്ടൻറ്റ് യങ് ലേഡി. കുറച്ചൊരു മര്യാദയൊക്കെ ആവാം, എന്താ പറയുക, യങ് ലേഡി എന്നൊക്കെ പറയണം. അസിസ്റ്റൻറ്റ്, ഐ ആം അഫ്രൈഡ് യു ഡിഡ്ന്റ് ഹിയർ വാട്ട് ഐ സെഡ്. ഞാൻ പിന്നെ പുള്ളിക്കാരി ഇങ്ങനെ ദേഷ്യം വരാൻ തുടങ്ങിയല്ലോ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലായിട്ടില്ല, ഞാൻ എന്താ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് അവർ ഒന്നുകൂടി ഉറപ്പിച്ചത്. ഐ സെഡ്, അതാണ് സെഡ് ഐ സെഡ് എന്ന് പറയുന്നത്. ജെന്റിൽമാൻ, ടെഡ്. അദ്ദേഹം എന്താ സെഡിന് കേട്ടത്? ടെഡ് എന്നാണ്. ഹൂ സേസ് ഐ ആം കോൾഡ് ടെഡ്? ആര് പറഞ്ഞു എന്നെ ടെഡ് എന്ന് വിളിക്കലുണ്ടെന്ന്? ആർ യു ട്രൈങ് ടു ടെൽ മീ മൈ ഓൺ നെയിം? നിങ്ങൾ ട്രൈ ചെയ്യാണോ? എൻ്റെ പേര് പറഞ്ഞുതരാൻ നിങ്ങൾ ട്രൈ ചെയ്യാണോ? യങ് വുമൺ ആണോ? യങ് വുമൺ എന്ന് ചോദിക്കാനാ. മീ നെയിം സാം. എൻ്റെ പേര് സാം എന്നല്ലേ? ഓൾ ഐ ഹാവ് കം ഫോർ ഈസ് മീ പെൻഷൻ. ഞാൻ എപ്പം വരുന്നത്, ഇപ്പോഴും വന്ന എന്തിനു വേണ്ടിയിട്ടാണ്? പെൻഷന് വേണ്ടിയിട്ടല്ലേ എന്ന് ചോദിക്കാനാ. അസിസ്റ്റന്റ്, ഐ നോ, ബട്ട് ഹാവ് യു ബ്രോട്ട് യുവർ ബുക്ക് വിത്ത് യു? എനിക്കത് അറിയാം നിങ്ങൾ പെൻഷന് വേണ്ടിയിട്ട് വന്നേന്ന്, പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ആ പുസ്തകം കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാണ്. ജെന്റിൽമാൻ, നൗ ലുക്ക് ഹിയർ. നിങ്ങളൊന്ന് ഇങ്ങോട്ട് നോക്കിയേ. യങ് വുമൺ, ഡോണ്ട് യു സ്റ്റാർട്ട് ദിസ് കുക്ക് ബിസിനസ് അഗെയിൻ. നിങ്ങൾ ഇനിയും ഇങ്ങനെ കുക്ക് ബിസിനസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട എന്ന് പറയണം. അസിസ്റ്റന്റ് അവസാനം ലൗഡ്ലി അത്രയും സൗണ്ട് എടുത്ത് പറയണം, നോട്ട് കുക്ക് ബട്ട് ബുക്ക്. ഞാൻ കുക്കല്ല പറഞ്ഞത്, ബട്ട് ബുക്കാണ് പറഞ്ഞത് എന്ന് പറയണം. ജെന്റിൽമാൻ, ഓ യു വാണ്ട് മീ ബുക്ക് അല്ലേ? നിങ്ങൾക്ക് എൻ്റെ ബുക്കല്ലേ വേണ്ടത്? വൈ ഡിഡ്ന്റ് യു സേ ഓൺ ഇൻ ദ ഫസ്റ്റ് പ്ലേസ്? ഇത് നിങ്ങൾക്ക് ആദ്യം അങ്ങോട്ട് പറഞ്ഞുകൂടായിരുന്നോ? ഇൻസ്റ്റെഡ് ഓഫ് ടോക്കിംഗ് അബൌട്ട് ഓൾ ദീസ് കുക്ക് നോൺസെൻസസ്. എന്താണ് ഇത്രയും നേരമായിട്ട് ഇവരുടെ കുക്ക് നോൺസെൻസ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആദ്യം പറഞ്ഞുകൂടായിരുന്നോ? ഹീ ഫംബിൾസ് ഇൻ ഹിസ് പോക്കറ്റ്സ്. അദ്ദേഹം ഇങ്ങനെ പോക്കറ്റ് തപ്പാണ്. അസിസ്റ്റന്റ്, താങ്ക് യു സർ. എന്താ പറയുക? താങ്ക് യു പറയാണ്. ഹി ടേൺ മിസ്സിസ് സ്മിത്ത് ആൻഡ് മിസ്സിസ് ജോൺസ് അല്ലേ? അദ്ദേഹം എന്താണ് മിസ്സിസ് സ്മിത്തിൻ്റെ അടുത്തേക്കും മിസ്സിസ് ജോണിൻ്റെ അടുത്തേക്ക് പോവാണ്. ജെന്റിൽമാൻ, a bit nippy ladies. Miss Smith, smiling kindly. Yes, isn't it? Assistant, Tarwaso. Gentleman, thank you, miss. The compliments of the season to you. Assistant, I beg your pardon, sir. Gentleman, I thought you were a bit tough, miss. Good morning. Assistant, he says I am tough. Well, I like that. എന്താ ഇവിടെ പറയണേ?
ബുക്കിനെ പറ്റിയൊക്കെ പറഞ്ഞു അല്ലേ. അസിസ്റ്റൻസ് അവസാനം ബുക്ക് വാങ്ങി താങ്ക് യു ഒക്കെ പറഞ്ഞു. പിന്നെ ആര് പോയി, ഇയാൾ ഈ മിസ്സസ് സ്മിത്തിൻ്റെ അടുത്തേക്ക് മിസ്സസ് ജോൺസിൻ്റെ അടുത്തേക്ക് പോയി. ജെന്റിൽമാൻ പറയണ നിപ്പി ലേഡീസ്. മിസ്സസ് സ്മിത്ത് ചിരിച്ചുകൊണ്ട് പറയണ യെസ് സീസിൻ അസിസ്റ്റൻറ്റ് ദർ യു ആർ സോ. ജെന്റിൽമാൻ താങ്ക് യു മിസ് ദ കോംപ്ലിമെൻറ്റ്സ് ഓഫ് ദി സീസൺ 2 അല്ലേ. എന്താണ് ഈ ഒരു കോംപ്ലിമെൻറ്റ്, ഈ ഒരു സീസണിൽ ഈ ഒരു കോംപ്ലിമെൻറ്റ് എന്നൊക്കെ പറയണം. അസിസ്റ്റൻറ്റ് ഐ ബാക്ക് യുവർ പാർഡൻ സർ. നിങ്ങൾ നന്നായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയണത് എന്ന് പറയും. ജെന്റിൽമാൻ ഐ തോട്ട് യു വേർ ബിച്ച് ഡഫ് മിസ് ഗുഡ് മോർണിംഗ്. ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കുറച്ച് ഡഫാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയണതെന്ന് പറഞ്ഞിട്ട് ഗുഡ് മോർണിംഗ് ഒക്കെ പറയണം. അസിസ്റ്റൻറ്റ് ഹി സേസ് ഐ എം ഡഫ് അല്ലേ. അസിസ്റ്റൻറ്റ് ഓ ഞാൻ ഡഫാണല്ലേ അപ്പോൾ. വെൽ ഐ ലൈക്ക് ദാറ്റ്. ശരി എനിക്കത് ഇഷ്ടമായി എന്നൊക്കെ പറയണം. ദ ഡഫ് ഓൾഡ് ജെന്റിൽമാൻ സ്റ്റേസ് കണ്ടിന്യൂയിങ് ഹിസ് മണി. ദ ഫ്യൂസി ഓൾഡ് ലേഡി എൻഡേഴ്സ് ക്വിക്ക്ലി. എന്താണ് പറയുന്നത്, ഈ ഡഫായിട്ടുള്ള ഓൾഡ് ജെന്റിൽമാൻ അവിടെ തന്നെ ഇങ്ങനെ പൈസ കൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്താണ് ഒരു ഫ്യൂസി ഓൾഡ് ലേഡി എന്താണ് പെട്ടെന്ന് തന്നെ കയറി വരുന്നത്. ഓൾഡ് ലേഡി എക്സ്ക്യൂസ് മീ മൈ ഷ്യൂർ യങ് ലേഡി ചൈനീസ് അഡ്വൈസ്. മറ്റേ പെട്ടെന്ന് ഒരു ഓൾഡ് ലേഡി കയറി വന്നിട്ട് പറയുകയാണ് എന്താണ് എക്സ്ക്യൂസ് മീ മൈ യങ് ലേഡി, എൻ്റെ പ്രിയപ്പെട്ട യങ് ലേഡി എക്സ്ക്യൂസ് മീ എനിക്കൊരു അഡ്വൈസ് വേണം എന്ന് പറയുന്നത്. അസിസ്റ്റൻറ്റ് സെർട്ടൻലി മാഡം വാട്ട് ഈസ് ദ ട്രബിൾ. തീർച്ചയായിട്ടും മാഡം എന്താണ് ട്രബിൾ എന്ന് ചോദിക്കാൻ ഓൾഡ് ലേഡി. വെൽ ഇറ്റ്സ് അബൌട്ട് മൈ കാറ്റ് ടിറ്റിൽസ്. ഐ റിയലി ഡോണ്ട് നോ വാട്ട് ടു മേക്ക് ഓഫ് ഹർ. ഷീ യൂസ്ഡ് ടു ബി സച്ച് എ ബിഗ് ഈറ്റർ ബട്ട് lately she has gone off her foot. Assistant oh I am sorry, have you seen a vet. Okay എന്താണ് ഇവിടെ പറയണേ, അപ്പോൾ എന്താ പറയണേ ഓൾഡ് ലേഡി ഇവിടെ പറയാം എക്സ്ക്യൂസ് മീ മൈ യങ് ലേഡി എന്നൊക്കെ പറയാണ് കേട്ടോ. പക്ഷേ എനിക്ക് അഡ്വൈസ് വേണം. അസിസ്റ്റൻറ്റ് സെർട്ടൻലി മാഡം വാട്ട് ഈസ് ദ ട്രബിൾ. പറഞ്ഞോളൂ മാഡം എന്താണ് ട്രബിൾ എന്താണ്. ഓൾഡ് വെൽ ഇറ്റ്സ് അബൌട്ട് മൈ കാറ്റ് ഫ്രിജിൽസ്. ഐ റിയലി ഡോണ്ട് നോ വാട്ട് ടു മേക്ക് ഓഫ് ഹർ. ഷീ യൂസ്ഡ് ടു ബി സച്ച് എ ബിഗ് ഈറ്റർ ബട്ട് ലേറ്റ്ലി ഷീ ഹാസ് ഗോൺ ഓഫ് ഹർ ഫുഡ്. അസിസ്റ്റൻറ്റ് ഓ ഐ എം സോറി, ഹാവ് യു സീൻ എ വെറ്റിനറി ഡോക്ടറെ കണ്ടു എന്നുള്ളത് ചോദിക്കുകയാണ്. എന്താണ് ഓൾഡ് ലേഡി വന്നിട്ട് എനിക്ക് ആവശ്യപ്പെടണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വന്നത് കാറ്റിന് പാടില്ല, അതിങ്ങനെയാണ് അങ്ങനെയാണ്. അപ്പോൾ അവൾ സാധാരണയായിട്ട് വലിയ ഇങ്ങനെ കഴിക്കുന്നതാണ്, പക്ഷെ ഇതൊന്നും അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പോൾ ചോദിക്കുക അസിസ്റ്റൻറ്റ് ചോദിക്കണം നിങ്ങൾ ഡോക്ടറെ കാണിച്ചില്ലേ ചോദിക്കണം. അസിസ്റ്റൻറ്റ് ട്രൈ ദ കെമിസ്റ്റ് മാഡം ദിസ് ഈസ് എ പോസ്റ്റ് ഓഫീസ്. നിങ്ങളൊന്ന് എന്താ പറയുക കെമിസ്ട്രി ഞങ്ങൾ വല്ലതും കാണിക്കും മാഡം ഇതൊരു പോസ്റ്റ് ഓഫീസാണെന്ന് പറഞ്ഞു. ഓൾറെഡി ഓ ഷിയർ ഐ മസ്റ്റ് ഹാവ് മെയ്ഡ് എ മിസ്റ്റേക്ക് ഈസ് ഇൻ ദിസ് ദ ക്ലിനിക് ഫോർ സിക്ക് അനിമൽസ്. ഓ ഞാൻ തെറ്റിദ്ധരിച്ചു മോളെ, ഞാൻ വിചാരിച്ചത് എന്താണ് ഒരു ക്ലിനിക്കാണ് അനിമൽസിന് വേണ്ടിയിട്ടുള്ള ക്ലിനിക്കാണെന്ന് വെച്ചു. അസിസ്റ്റൻറ്റ് നോ ദ അനിമൽ ക്ലിനിക്ക് ഈസ് അറ്റ് ദ എൻഡ് ഓഫ് ദ റോഡ്. ആ അനിമൽ ക്ലിനിക്ക് ഈ റോഡിൻ്റെ അവസാനത്താണ്, നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളി പറയണം. ഓക്കെ ഓൾഡ് ലേഡി ഐ ആം സോ സോറി ടു ഹാവ് ട്രബിൾഡ് യു. എന്താണ് ഐ ആം സോ സോറി ടു ഹാവ് ട്രബിൾഡ് യു, ഞാൻ നിങ്ങളെ ട്രബിൾ ആക്കുന്നതിൽ ക്ഷമിക്കണം. ഐ കാൺഡ് ഗോ അവേ വിത്തൗട്ട് ബൈയിങ് സംതിങ് ഫ്രം യുവർ ലവ്ലി പോസ്റ്റ് ഓഫീസ്. എനിക്ക് അയ്യോ നിങ്ങൾ ഒന്നും ഇവിടുന്ന് വാങ്ങാണ്ട് ഈ ഒരു പോസ്റ്റ് ഓഫീസിൽ ഒന്നും വാങ്ങാണ്ട് പോകാൻ തോന്നുന്നില്ല, അത്രയും ലവ്ലി ആയിട്ടുള്ള പോസ്റ്റ് ഓഫീസാണ്. നൗ ലെറ്റ് മീ സീ. യെസ് ഐ നോ ഐ വിൽ ബൈ 2 penny ഹാഫ് പെന്നി സ്റ്റാമ്പ്. ഓക്കെ നോക്കാം നമുക്ക് എന്താ പറയുക ഈ ഒരു 2 pennyയുടെ സ്റ്റാമ്പോ അല്ലെങ്കിൽ ഹാഫ് പെന്നിയുടെ സ്റ്റാമ്പോ ഒക്കെ തന്നോളൂ. ജി ആർ സൂപ്പർ എത്തിയ അതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആര്യൻസി അല്ലേ അങ്ങനെയല്ലേ അതൊക്കെ. ആൻഡ് ഇറ്റ് മേ ബി വെരി യൂസ്ഫുൾ ഫോർ ക്രിസ്മസ് അല്ലേ. ഇതെന്താണ് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്, ക്രിസ്മസിന് വേണ്ടിയിട്ട് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് ഒന്നാണെന്ന്. ജെന്റിൽമാൻ ടു ദ ഓൾഡ് ലേഡി എന്താണ് ജെന്റിൽമാൻ എന്താണ് ഓൾഡ് ലേഡിയെ അവിടെ പറയാണ് എക്സ്ക്യൂസ് മീ ലേഡി ബട്ട് ഐ നോ സംതിങ് അബൌട്ട് കാറ്റ്സ് പെർഹാപ്സ് ഐ ക്യാൻ ഹെൽപ്പ് യു. എന്താണ് പക്ഷേ എനിക്ക് കുറച്ച് കാറ്റ്സിനെ പറ്റിയൊക്കെ അറിയാം, ഞാൻ ചിലപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ദ സ്റ്റാൻഡ് ടോക്ക് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റർ എ ഫാമർ അല്ലേ, ഒരു ഫാമർ എൻ്റർ ചെയ്തു. മിസ്സിസ് ഹിഗിൻസ് ആൻഡ് ബേർട്ടി. പിന്നെ ആരും എങ്ങനെ എൻ്റർ ചെയ്തു മിസ്സിസ് ഹിഗിൻസും അതുപോലെ തന്നെ ബേർട്ടിയും എൻട്രി ചെയ്തു. ഫാമർ ഗുഡ് മോർണിംഗ് മിസ് ഹൗ മച്ച് പ്ലീസ്. ഗുഡ് മോർണിംഗ് മാഡം എത്രയായി. ഹി പുട്ട് എ പാഴ്സൽ ഓൺ ദ സ്കെയിൽസ് അല്ലേ, ആ ഒരു പാഴ്സൽ അവിടെ വെച്ചുകൊണ്ട് ചോദിക്കുകയാണ്. അസിസ്റ്റൻറ്റ് 1 and 9 pence പ്ലീസ്. 1 and 9 pence എന്ന് പറയുകയാണ്. അപ്പോൾ ഫാമർ ചിരിച്ചോണ്ട് പറയാണ് ഹാവ് യു ഹാഡ് എനി ബോംബ്സ് ഇൻ ദ പോസ്റ്റ് യെറ്റ്. നിങ്ങൾക്ക് ഇതുവരെ എപ്പോഴെങ്കിലും ബോംബ് കിട്ടിയിട്ടുണ്ടോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് ചോദിക്കുകയാണ്. അസിസ്റ്റൻറ്റ് ബോംബ്സോ
എന്ന് ചോദിക്കണം. farmer, yes, look at the paper this morning. He reads, bomb found in post office. Scotland Yard has issued a warning charge. A time bomb disguised as a Christmas parcel was discovered in the London post office. Any suspicious looking parcel should be reported at once to the local police station. Assistant, but how can you tell it's a time bomb? ഓക്കെ, ഫാമർ അപ്പം തന്നെ പറയാണ് ഇവിടെ വെച്ചിട്ട് ബോംബോ എന്ന് ചോദിച്ചോളൂ. ആ ബോംബ്, യെസ് ലുക്ക് അറ്റ് ദ പേപ്പർ. നിങ്ങളിന്ന് രാവിലത്തെ പത്രം വായിച്ചില്ല? ബോംബ്സ് ഫൗണ്ട് ഇൻ പോസ്റ്റ് ഓഫീസ്. ബോംബ് എവിടെ നിന്ന് കിട്ടിയ? പോസ്റ്റ് ഓഫീസിൽ നിന്നാണ്. സ്കോട്ട്ലൻഡ് യാർഡ് ഹാസ് ഇഷ്യൂഡ് എ വാർണിംഗ് ദാറ്റ് ടൈം ബോംബ് ഡിസ്ഗ്യൂസ്ഡ് ആസ് എ ക്രിസ്മസ് പാർസൽ വാസ് ഡിസ്കവേർഡ് ഇൻ എ ലണ്ടൻ പോസ്റ്റ് ഓഫീസ്. ലണ്ടൻ പോസ്റ്റ് ഓഫീസിൽ ആ ഒരു ക്രിസ്മസ് പാർസലിൽ നിന്നാണ് ആ ഒരു ടൈം ബോംബ് കിട്ടിയിട്ടുള്ളതെന്ന് പറയാണ്. ഓക്കെ, any suspicious looking parcel should be reported at once to the local police station. എന്താണ് പറഞ്ഞത്? എന്തെങ്കിലും സംശയമുള്ള ആരെയും ഒരാളെ പാർസലായിട്ട് അങ്ങനെ കാണുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് വിവരറിയിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് അസിസ്റ്റന്റ്. ബട്ട് ഹൗ ക്യാൻ യു ടെൽ ഇറ്റ്സ് എ ടൈം ബോംബ്? നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും അതൊരു ടൈം ബോംബാണെന്ന് എങ്ങനെ പറയാൻ വേണ്ടി പറ്റും എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഫാമർ, ദേ യൂഷ്വലി ബിഗിൻ ടു ടിക്ക് ജസ്റ്റ് ബിഫോർ ദേ ഗോ ഓഫ്. So if any of your parcels start making funny noises, you will know what to do. Mrs. Jones, Miss Brown is indeed from the farm. Farmer, oh, Mrs. Jones, I didn't recognize you. Farmer Brown talks to Mrs. Jones and Mrs. Smith. Bashe and untitled little urchin stares at Farmer Brown and his mother. A large, loud woman goes to the counter. ഓക്കെ അല്ലേ? നമുക്കിത് പറയാം അല്ലേ? അപ്പം എന്താണ് പറഞ്ഞേക്കണത്? തൊട്ട് മുന്നേ പറഞ്ഞു എന്താണ് ടൈം ബോംബിനെ പറ്റി പറയുന്നത് അല്ലേ? എന്ത് അങ്ങനെ ലണ്ടനിലെ പോസ്റ്റ് ഓഫീസ് അങ്ങനെ കിട്ടിയെന്നൊക്കെ ഇയാൾ പറയണം അസിസ്റ്റന്റ്. ബട്ട് ഹൗ ക്യാൻ യു ടെൽ ഇറ്റ്സ് ടൈം ബോംബ്? നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റുമോ ടൈം ബോംബ് ആണെന്നൊക്കെ ഇങ്ങനെ പറയാൻ പറ്റും? ഫാമർ, ദേ യൂഷ്വലി ബിഗിൻ ടു ടിക്ക് ജസ്റ്റ് ബിഫോർ ദേ ഗോ ഓഫ്. അല്ലേ? പെട്ടെന്ന് തന്നെ അതിനുള്ളൊരു ടിക്ക് എന്നുള്ള ഒരു ഒച്ച വരും, അത് ഓഫ് ആവുന്നതിന് മുന്നേ ആയിട്ട്. സോ ഇഫ് എനി ഓഫ് യുവർ പാർസൽ സ്റ്റാർട്ട് മേക്കിംഗ് ഫണ്ണി നോയ്സസ്, നിങ്ങളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു പാർസൽസിൽ ഇങ്ങനെ എന്തെങ്കിലും സൗണ്ട് വരുവാണെങ്കിൽ യു വിൽ നോ വാട്ട് ടു ഡു. എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. മിസ്റ്റർ ജോൺസ്, മിസ്റ്റർ ബ്രൗൺ ഈസ് ഇൻഡീഡ് ഫ്രം ദ ഫാം. മിസ്റ്റർ ബ്രൗൺ ഇത് ഫാമിൽ നിന്നാണോ എന്നൊക്കെ ചോദിക്കുക. ഫാമർ, ഓ മിസ്സസ് ജോൺ, ഐ ഡിഡ്ന്റ് റെക്കഗ്നൈസ് യു. ഞാൻ നിങ്ങളെ തിരിച്ചറിഞ്ഞില്ല, സോറി. Farmer Brown talks to Mrs. Jones and Mrs. Smith. അല്ലെ, ജോൺസിൻ്റെ അടുത്ത് സ്മിത്തിൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. ബേർഡ്ലി ആൻഡ് അൺടൈഡി ലിറ്റിൽ urchin stares at Farmer Brown. അല്ലേ, മറ്റുള്ള രണ്ട് ആൾക്കാരും ആരൊക്കെ? ബേർട്ടിയും ഈ പറയുന്ന ആൾക്കാരൊക്കെ ഈ ഫാമറിനെ തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കണം. ആൻഡ് ഹിസ് മദർ, എ ലാർജ് ലൗഡ് വുമൻ, goes to the counter. എന്താ പറഞ്ഞ? ആൻഡ് ഹിസ് മദർ ആരായിരുന്നു? ഒരു വലിയൊരു ലാർജായിട്ടുള്ള ലൗഡ് വുമൺ ആയിരുന്നു എന്ന് നമുക്ക് കാണാം. ഗോസ് ടു ദ കൗണ്ടർ, അതാണ് കൗണ്ടറിലേക്ക് ഇപ്പോൾ പോയിട്ടുള്ളത്. ഓക്കെ, ഇത്ര വരെ മനസ്സിലായോ? ഇത്രയും എടുത്ത ഭാഗം ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കേൾക്കുക, മനസ്സിലാക്കുക. ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതിനുവേണ്ടി എടുത്തിരിക്കുന്ന ഭാഗങ്ങൾ നന്നായിട്ട് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് വായിച്ച് പഠിച്ച് മക്കളെല്ലാവരും തന്നെ നിൽക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൻ്റെ മറ്റൊരു പാർട്ടുമായിട്ട് കാണാം. ഓക്കെ, ബൈ.